ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് കഫൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. 4:25 അവിടെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ ഫൈനൽ പരിപാടിയിലാണുള്ളത്. ഭക്ഷണം കൊടുക്കാൻ സമയം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിപ്പം കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നമ്മുടെ പള്ളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവിടെയാണുള്ളത്. ഇപ്പം ഞാനിവിടെ വന്നത് നമ്മുടെ സഹായി വാദി സലാമിൻ്റെ കീഴിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ആശ്വാസമേകുന്ന ഒരുപാട് പദ്ധതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മെഡിക്കൽ കോളേജിലെ 1000-ഓളം വരുന്ന രോഗികൾക്ക് ഇഫ്താർ സൗകര്യം സഹായി വാദി ഇസ്ലാമിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അപ്പം ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. ആളുകൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കൊറോണ പ്രശ്നമായതുകൊണ്ട് ആളുകൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ SOSൻ്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കബീർ സാറുണ്ട്. സാറ് നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞു തരും. അതോടൊപ്പം നമുക്കതിൻ്റെ കാഴ്ചകളും കാണാം കേട്ടോ. അപ്പം സാർ നമുക്ക് അങ്ങോട്ട് പോയി നോക്കില്ല എന്നാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സഹായി വാദി സലാം ഓഫീസ് കേട്ടോ. ഇവിടെ വിപുലമായൊരു ഓഫീസുണ്ട് കണ്ടോ. പിന്നെ അതിൻ്റെ ഓഫീസ് കാര്യങ്ങളാണ്, ആംബുലൻസ് സർവീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ ഓഫീസ് സിസ്റ്റങ്ങളാണ് സെക്രട്ടറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അങ്ങനെ വിശാലമായ ഓഫീസുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് അവിടെ ചെന്ന് നോക്കട്ടെ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിൽക്കുന്നതേ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടെ വന്നാൽ മെഡിക്കൽ കോളേജ് നമുക്ക് കാണാൻ കഴിയും കണ്ടോ. ഇവിടെ ഇതാണ് കേട്ടോ പള്ളിയിലേക്കുള്ള റോഡ്. ഇവിടെ വന്നാൽ നമുക്കതിൻ്റെ മെഡിക്കൽ കോളേജ് കാണാൻ കഴിയും അല്ലേ. ഇതാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടത്. ഇവിടെ സഹായിയുടെ മെഡിക്കൽ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇതിപ്പം കാരന്തൂറിലേക്ക് പോകുന്ന റോഡാണ്. ഇതിങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡ്. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ പള്ളിയുണ്ട്. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ സഹായിയുടെ പ്രവർത്തനം. ഇത് 2 ആംബുലൻസ് ഇവിടെ കാണും. സഹായിയുടെ ആംബുലൻസ് ഉണ്ട്, അവിടെ വലിയൊരു ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഈ ആംബുലൻസ് സർവീസൊക്കെ സൗജന്യ നിരക്കിലാണ് ഇതിന് ഓടൽ കേട്ടോ. എന്നാൽ ചില ഘട്ടങ്ങളിൽ അത്യാവശ്യം നിർദ്ധരായ ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ആംബുലൻസ് ഓടുന്നുണ്ട്. ഇപ്പം ഇഫ്താർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഇഫ്താറിൻ്റെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോമ്പില്ലാത്ത അന്യമതസ്ഥർക്ക് അല്ലേ, അവർക്ക് രാത്രി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനി നോമ്പല്ലാത്ത കാലഘട്ടങ്ങളിൽ 500ഓളം ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ രോഗികളായും അവരെ ശുശ്രൂഷിക്കാനൊക്കെ വരുന്ന ആളുകൾക്ക് അല്ലേ, 500ഓളം ആളുകൾക്ക് നിത്യവും രാത്രി ഭക്ഷണം അത് റമദാൻ അല്ലാത്ത കാലഘട്ടത്തിലും കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇവിടെ പിന്നെ മെഡിക്കൽ ഷോപ്പുണ്ട്. ഇതാണല്ലേ സൗജന്യ മരുന്ന് വിതരണ കേന്ദ്രം പറഞ്ഞിട്ട്. ഇവിടെ മരുന്ന് മൊത്തം ഫ്രീ ആണ് കേട്ടോ ഈ ഒരു മെഡിക്കൽ ഷോപ്പിൽ. അത് നമ്മുടെ സഹായി വാദി ഇസ്ലാമിൻ്റെ കീഴിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മരുന്ന് മൊത്തം ഫ്രീ ആണ്. അങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്ന പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങൾ സഹായി വാദി ഇസ്ലാമിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ നമ്മുടെ പള്ളിയുടെ മെയിൻ കോമ്പൗണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണ വിതരണം നടക്കുക. ഇത് നമ്മുടെ പള്ളിയാണ്, ജുമാഅത്ത് പള്ളിയാണ്, AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാകം ചെയ്യുന്ന കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയൊക്കെ. ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുക അല്ലേ. ഇവിടെ ആണുങ്ങളുണ്ടാവും, ഇവിടെ ലേഡീസും ഉണ്ടാവും. പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടോ. ഇന്ന് നല്ല ബിരിയാണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. ഏകദേശം 1000-ഓളം ആളുകൾക്ക് ഉള്ള ഭക്ഷണം ഇവിടെ ഇതുണ്ടോ. ചോറായിട്ടും ചിക്കനാണല്ലേ. ഡെയിലി ബിരിയാണിയാണോ അതോ വേറെന്ത്? ഡെയിലി ബിരിയാണി ഇവിടെ വിട്ടിട്ട് 3 ദിവസം ബിരിയാണി, വെള്ളപ്പം, ചപ്പാത്തി, കറികളെന്താ ഉണ്ടാവുക? ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ പാകം ചെയ്യുന്ന സ്ഥലം. ഇത് പള്ളിയുടെ സൈഡിലായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇഫ്താറിന് പുറമെ അത്താഴ വിതരണം ഏകദേശം ഒരു 8 മണിക്ക് ശേഷം തന്നെ അത്താഴത്തിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഇതേമാതിരി തന്നെ വന്ന് വാങ്ങിപ്പോകില്ലേ. ടോക്കൺ ഇല്ലാത്തവർ വന്നാലും
അവരെ നമ്മൾ മുടക്കില്ല, അവർക്കുള്ള ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ടാണ് ഇങ്ങനെ വാങ്ങി പോകുന്ന സംവിധാനം കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ അവിടെ മെഡിക്കൽ കോളേജിൽ സംവിധാനം ഉണ്ടാക്കില്ല, പാർസൽ കൊടുക്കും. അല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം, ആളുകളോട് ഇരുന്ന് കഴിക്കുകയും ചെയ്യുന്ന വിപുലമായ സംഭവമായിരുന്നു. 2 വർഷമായിട്ട് ഇപ്പോൾ മുടങ്ങി കിടക്കണം കൊറോണ. ഇനി കൊറോണ കഴിഞ്ഞാൽ ഇനി അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതെൻഷാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലമാണ്. ആ പള്ളീൻ്റെ അടിയിൽ ഭാഗത്ത് ചോറ് വയ്ക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള റൂമാണിത്. അപ്പം ഇവിടെ വെച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കും. ഇപ്പം മെഡിക്കൽ കോളേജാണല്ലോ, ഒരുപാട് ആക്സിഡൻറ്റ് കേസുകളൊക്കെ വരുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഉടനെ തന്നെ ബോഡി വിട്ട് കിട്ടുമ്പം ഒരു പക്ഷേ നാട്ടിലേക്ക് എത്തിയാൽ കഫൻ ചെയ്യാനോ കുളിപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ സന്നദ്ധ സേവകർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും എന്നിട്ട് ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട്, പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ആ ജനാസ മടക്കി അയക്കുന്ന രൂപത്തിലുള്ള സംവിധാനം നമ്മുടെ ഈ സഹായിയുടെ കീഴിൽ തന്നെ ഒക്കെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവിടെ നിങ്ങൾ കണ്ടല്ലോ ഓരോ ആളുകളൊക്കെ, അതൊക്കെ പൈസ കൊടുത്തുകൊണ്ടുള്ള ആളുകളല്ല, അതൊക്കെ അവരുടെ സന്നദ്ധ പ്രവർത്തകരെ സന്നദ്ധ മനസ്സുകൊണ്ട് സേവനം ചെയ്യുന്ന ആളുകളാണ്. ഇത് കഫൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട് കുളിപ്പിക്കുന്ന സ്ഥലമാണ്, ഇത് കഫൻ ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ കഫൻ ചെയ്യുന്ന കഫൻ തുണികളൊക്കെ ഇവിടെ ഉണ്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ സ്ത്രീകൾ, കുട്ടികൾ, എല്ലാവർക്കും പരുത്തി, ഗ്ലൗസ്, അതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഇതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കൽ, സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ആക്സിഡൻറ്റ് കേസുകളൊക്കെ മോർച്ചറി കേസ് ഉണ്ടാകും, ബുദ്ധിമുട്ടാവും. നമ്മൾ ആംബുലൻസിലുണ്ടാവും, അതെല്ലാം സൗജന്യ നിരക്കായിട്ട് കൊണ്ടുപോകും. നിശ്ചിതമായ പൈസ വാങ്ങലില്ല. ഇതൊക്കെ സന്നദ്ധ സേവകരായിരുന്നു ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനൊക്കെ ആളുകളുണ്ടല്ലോ, അതൊക്കെ സേവകരായിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സേവനമാണിത്. ഇപ്പം ആക്സിഡൻറ്റ് കേസിലൊന്നും ഒരിക്കലും അത്ര ടൈമൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഓടാണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടിലെത്തുമ്പോഴേക്ക് ബോഡി എന്ത് ചെയ്യാൻ പറ്റില്ല, ജനാസ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇവിടെ തന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം, കഫൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ അതൊക്കെ ഒരു സേവന രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. സമയം 4:25 അവിടെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ ഫൈനൽ പരിപാടിയിലാണുള്ളത്. ഇനി അവിടെ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യും. അതിൻ്റെ ആദ്യം ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വിതരണം ചെയ്യുക. ഇപ്പം 4:30 ആകുമ്പോഴേക്ക് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലുള്ള ഇവിടെ വെച്ചിട്ടാണ് വിതരണം ചെയ്യുക. നല്ല ബിരിയാണിയാണ്, ഉണ്ടോ, ഈത്തപ്പഴം, ബിരിയാണി, വെള്ളം ഒക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ സമയം കേട്ടോ. ചെറിയൊരു ഉദ്ഘാടനം എല്ലാ ദിവസവും ഉണ്ടാവാനാണ്, ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക. സഹോദരന്മാരെ, സഹായി വാദി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും നടന്നു വരുന്ന ഇഫ്താർ വിതരണത്തിന് ഇന്നത്തെ വിതരണം ആരംഭിക്കുകയാണ്. ساعد لهذا الأمر ولهذا الإفطار يا رب العالمين يا الله സാധുക്കളായ നിങ്ങളുടെ ഈ സംരംഭം നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ടോ, ഇനി ഭക്ഷണം വിതരണം ചെയ്യാണ്. പിന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കണ്ടോ, ഒരുപാട് ആളുകൾ വരി നിൽക്കുന്നുണ്ട്, ലേഡീസായിട്ടും ജെൻസായിട്ടും. അപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറും കാരക്കയും അതിലേക്കുള്ള ചിക്കനുമാണ് കൊടുക്കുന്നത്. അതോടൊപ്പം അപ്പുറത്ത് മിനറലും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണവും ചോറിനൊപ്പം കട്ടൻ ചായയും കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചായ തൂക്കാത്രത്തിലും പ്ലാസ്റ്റിക്കിലും കുപ്പിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പം മിനറൽ കൊടുക്കുന്നുണ്ട്. എന്ത് ധാരാളം ഓഫർ ചെയ്താണല്ലേ, 5000 ബോട്ടിൽ. പിന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കൊയിലാണ്ടി സോൺ കമ്മിറ്റി ഇന്നലെ 5000 ബോട്ടിലുകൾ നമ്മുടെ ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സംഭാവന. അപ്പം ഫ്രീ ആയിട്ട് ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ഓരോരുത്തർ പിന്നെ ചായ അവരവന് ആവശ്യമുള്ള കൊണ്ടുപോകുന്നത് ഫ്ലാസ്കിലായിട്ട് അങ്ങനെ കൊണ്ടുപോകല്ലേ. മെഡിക്കൽ കോളേജിലെ ആളുകൾക്ക് ചൂടുള്ള ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഗ്‌രിബ് നിസ്കരിക്കാൻ വരുന്ന ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയ നോമ്പുറയുണ്ട്. അതിന് ഈ വെള്ളവും അതേപോലെ ഈത്തപ്പഴവും അല്പം ഫ്രൂട്ട്സും ഇരുന്ന് കൊടുക്കാനുള്ള സൗകര്യം നിയമപരമായി നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ ആഗ്രഹം.
അപ്പോൾ ഇതാണ് നമ്മുടെ സഹായിയുടെ മെഡിക്കൽ ഷോപ്പല്ലേ, ഫ്രീ മെഡിക്കൽസ്. ഫ്രീ മെഡിക്കൽസ്. ഇതിലെങ്ങനെ മെഡിസിൻ കളക്ട് ചെയ്യണം എങ്ങനെ? ഇത് നമ്മുടെ യൂണിറ്റുകളിൽ മെഡിസിൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അത് അവർ 6 മാസമെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മരുന്നുകൾ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുതരും. പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സ പൂർണ്ണമാകാതെ മരിച്ചു പോകുന്ന ഒരുപാട് രോഗികളുണ്ടാവും. അവരുടെ ആശ്രിതർ, ബന്ധുക്കൾ വളരെ വില കൂടിയ മരുന്നുകളൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യും. അത് നമ്മൾ മറ്റാളുകൾക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു മരുന്നിന്, ഒരു 6 മരുന്നിന് ഒരാൾ വന്നാൽ ഒരു 3 മരുന്ന് നമ്മൾ ലഭ്യമാവും ഫ്രീ ആയിട്ട്. ഇവിടെ ഒരു സാമ്പത്തികമായ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആളുകൾ തരുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ ശരിക്കും ഒരു ഏജൻസി മാത്രമാണ് കളക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇത് ഒരുപാട് ആളുകൾക്ക് വളരെ പാവങ്ങളായ കാലങ്ങളായി ആശ്വാസമായ ഒരു സംഭവമാണ് ഫ്രീ മെഡിക്കൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെഡിക്കൽ ഷോപ്പ്. നമുക്ക് എത്ര മെഡിസിൻസ് കിട്ടുന്നോ അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കൂലേ. അത് യൂണിറ്റ് തലത്തിൽ ഇങ്ങനെ കളക്ഷൻ നടത്തണം. അതേപോലെ ഇങ്ങനെ വരുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പല രോഗികളെയുമായി എത്തിച്ചേരുന്ന ആളുകൾക്ക്, രോഗികൾക്കും രോഗികളെ പരിചാരകർക്കും എല്ലാ ദിവസവും സഹായി വാദിസലാമിൻ്റെ കീഴിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. സുന്നി വചന സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഓരോ യൂണിറ്റ് കമ്മിറ്റികൾ തരുന്ന 5000 രൂപയാണ് ദിവസവും ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കാറുള്ളത്. അൽഹംദുലില്ലാഹ് 25 വർഷത്തിലേറെ കാലങ്ങളായി സഹായി വാദിസലാം മെഡിക്കൽ കോളേജിൽ ആതുര സേവനം രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിപ്പോരുന്നു. അപ്പം നമ്മുടെ ഈ സഹായിയുടെ കീഴിലെ പൂനൂരിലെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. സഹായിയുടെ കീഴിൽ തന്നെയാണ്. അവിടെ ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഇഫ്താറിന് ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏകദേശം ഒരാൾക്ക് എത്ര രൂപ? 75 രൂപ ഇഫ്താറിന് മാത്രം. അത്താഴം കൂടിയാണെങ്കിൽ 95 രൂപ. വിപുലമായ രൂപത്തിൽ അത്താഴം കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 350-400 ആളുകൾക്ക് ഒരു ദിവസം അത്താഴം കൊടുക്കും. 1000-ഓളം ആളുകൾക്ക് ഇഫ്താറും കൊടുക്കും. ഈ ഡയാലിസിസ് സെന്ററിൽ ഫുൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാശ് തരുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പ്രൊജക്ടിന് ഫണ്ട് ഉണ്ട്. എന്നാലും ഏതാണ്ട് ഒരു 60-65% ജനങ്ങളിൽ നിന്നുള്ള ഡൊണേഷനിലൂടെയാണ്, പബ്ലിക്കിന്റെ അടുത്ത് നിന്നുള്ള ഡൊണേഷൻ ആണല്ലേ. ഇപ്പൊ ഒന്നിനും കഴിയാത്ത രോഗി, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത രോഗികൾക്ക് പൂർണ്ണമായും നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ അവരെ പരിഗണിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാമ്പത്തികം ഒരു മാനദണ്ഡമല്ല. പരമാവധി സേവനങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ്. ശേഷം ഈ സംരംഭങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് മർക്കസിൻ്റെ സൗകര്യങ്ങളാണ്. അപ്പോൾ ബഹുമാന്യരായ കാന്തൂർ ഉയർത്തിപ്പിടിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അതിൻ്റെ സേവന പ്രവർത്തനങ്ങളെയും ജനകീയവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് സഹായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ, അവരെനിക്കുള്ള വീട്ടിലുള്ള ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയുണ്ട് അവിടെ. അത്രയും ആളുകൾ, 1000-ലേറെ ആളുകൾ. ഇപ്പം ഇനി ശനിയാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ശനി ഞായർ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ കുറവായിരിക്കും, കാരണം അന്ന് ഡിസ്ചാർജ് കൂടുതലുള്ള ദിവസമായിരിക്കും. പിന്നെ തിങ്കളാഴ്ച ആണോട് കൂടി പിന്നെ ആളുകൾ വീണ്ടും കൂടും. ഇപ്പം തന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് ആകെ കണ്ണിന്ന് വെള്ളം വരുന്ന രൂപത്തിലായി. കാരണം അത്രയും രോഗികളുടെ ആളുകൾ അവിടെ വന്നിട്ട് പിന്നെ ഭക്ഷണമായി കൊണ്ടുപോകുന്നു. ഫ്രീ ആയിട്ടാണ് കേട്ടോ. അവർക്ക് വേണ്ട ഭക്ഷണം, ചായ, വെള്ളം, അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഇനി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.